ഹലോ, എല്ലാവർക്കും ഡിവൈൻ സോൺ ടാരറ്റിലേക്ക് സ്വാഗതം. ഇന്ന് ബുധനാഴ്ച നമുക്ക് ഗണപതിയുടെ കാർഡിനെ രണ്ടും എടുത്തിരിക്കുന്നത്. ഒന്ന് കാർഡ് വന്നിട്ട് പോസിറ്റിവിറ്റി, ഇനിയൊരു കാർഡ് വന്നിട്ട് പീസ് എന്നാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് എല്ലാവർക്കും കുറച്ച് മനസ്സമാധാനമായിട്ടിരിക്കേണ്ട ഒരു ദിവസമാണ്. പെട്ടെന്ന് ദേഷ്യം ഉണ്ടാകും, ആൻസൈറ്റി വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. സോ എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ സമാധാനമായിട്ട് ധ്യാനത്തിലിരിക്കുന്നത് ഇനിയും നല്ലത്. കുറച്ച് നേരം ആദ്യം ഒരു 3 പ്രാവശ്യം നല്ല ഡീപ്പ് ബ്രീത്ത് എടുത്തിട്ട് സമാധാനമായിട്ട് വർത്തമാനം പറയുക, എടുക്കുകയൊക്കെ ചെയ്യുക. പെട്ടെന്ന് എന്തെങ്കിലും പറയണത് മറ്റുള്ളവർക്ക് വിഷമമാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒന്ന് ആലോചിച്ചിട്ട് വർത്തമാനം പറയുക. പെട്ടെന്ന് ദേഷ്യം വരെ അങ്ങനെയൊന്നും വർത്തമാനം പറയുക ഒന്നും ചെയ്യരുത്. സാധ്യമായിട്ടുണ്ടെങ്കിൽ ഓം ഗം ഗണപതിയെ നമഃ എന്നൊരു 21 പ്രാവശ്യം ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ഇനി നല്ലതാണ്, മനസ്സിനൊരു സമാധാനം കിട്ടും. അതുകൊണ്ട് 2 കാർഡും ഇന്ന് അങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. പീസ് പറഞ്ഞ് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാർഡാണത്. മനസ്സിനും ദേഹത്തിനും എല്ലാറ്റിനും ഒരു സമാധാനം ഉണ്ടെങ്കിൽ ആരോഗ്യം നന്നായിരിക്കും. നമുക്ക് ദേഷ്യം കൊണ്ടാണല്ലോ പലതും പെട്ടെന്നൊക്കെ ഇതാവുക. അപ്പോൾ ആ ഒരു സമാധാനത്തോടു കൂടി വർത്തമാനം പറയുമ്പോൾ അപ്പോൾ ദേഷ്യം കുറയും. എല്ലാം കൊണ്ടും നല്ലതാണെന്ന്. നല്ലൊരു ദിവസമാണ്. നമ്മുടെ ദേഹത്തിലും വല്ല ആരോഗ്യക്കേട് വല്ലതൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഈ മെഡിറ്റേഷൻ ചെയ്യുന്നതുകൊണ്ട്, ധ്യാനം ചെയ്യുന്നതുകൊണ്ട് എല്ലാം കൊണ്ടും കുറഞ്ഞു വരും എന്നുള്ളതാണ്. പക്ഷേ അധികം ദേഷ്യം ഉള്ളവർക്കാണെങ്കിൽ, പ്രഷർ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ച് സമാധാനത്തോടു കൂടി ഇരിക്കുക. വർത്തമാനം പറയുമ്പോഴും എടുക്കുമ്പോഴും കുറച്ച് ആലോചിച്ചിട്ട് വർത്തമാനം പറയുക. ഈ ഗണപതിയുടെ നമ്മൾ കുറച്ച് ധ്യാനം ചെയ്യുന്നതും ഈ ഗണപതിയെ പറയുന്നതുകൊണ്ട് നമുക്ക് നിറയെ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. എല്ലാം നല്ലത് വരുത്തട്ടെ. സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു. വീണ്ടും നാളെ കാണാം. താങ്ക് യു.